പ്രൈസ് ദി ലോർഡ്. ബ്ലെസ്സിംഗ് കർണാടക TV പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവർക്കും അനുഗ്രഹവും വിടുതലുമായിരുന്നു എന്നറിഞ്ഞതിൽ സന്തോഷം. ഞാൻ ഇന്ന് വീണ്ടും നിങ്ങളുടെ മധ്യത്തിൽ ഒരാഴ്ച കൂടെ നിൽക്കുവാൻ ദൈവം സഹായിച്ച കൃപയ്ക്കാകി സ്തോത്രം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് യേശുവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്തോത്രം. ദൈവമേ, വചനം നിൻ്റേതാണപ്പാ, ഞങ്ങൾ ഓരോരുത്തരും നിൻ്റേതാണപ്പാ. നീ ഞങ്ങളോട് സംസാരിക്കണമേ. മാനുഷ്യ സ്വരമല്ലപ്പാ, നിന്നെ സ്വരം കേൾപ്പാൻ നീ ഇടയാക്കണമേ. കർത്താവെ, വചനം കേൾട്ട് കർത്താവെ, അനേകർ രക്ഷിക്കപ്പെടുവാൻ, അനേകരും വിടുതൽ പ്രാപിപ്പാൻ നീ സഹായിക്കണമേ. വചനത്തെ അയച്ച് സൗഖ്യം കൊടുക്കുന്ന ദൈവമാണപ്പാ നീ. കർത്താവെ, നീ കൊടുക്കണമേ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. റോമർ 10-ാം അധ്യായം 9-10 വാക്യം. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. നാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ പാപങ്ങളെയും നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് യേശുവിനെ സ്വന്തം രക്ഷകനാക്കി ഹൃദയത്തിൽ സ്വീകരിച്ച് അതേ വായ്കൊണ്ട് യേശു എൻ്റെ സ്വന്തം രക്ഷകനെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നമ്മൾ എന്തു ചെയ്യും? രക്ഷിക്കപ്പെടും. നമ്മൾ ഏറ്റുപറയണം. നമ്മൾ പാപിയാണ്, നമ്മളെ എവിടെയോ കിടന്നവരാണ്. ആഴമുള്ള കുഴിയിലും കുഴഞ്ഞ ചേറ്റലും കിടന്ന നമ്മളെ വിളിച്ച് വേർതിരിച്ച് ദൈവം തൻ്റെ പാറമേൽ നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ കാലൊരിക്കലും വഴുതി പോവാൻ സമ്മതിക്കരുത്. ഒരു കാരണവശാലും വഴുതി പോകരുത്. ആ പാറയിൽ നമ്മൾ നിൽക്കുന്നവരായിരിക്കണം. അടിസ്ഥാനത്തോടെ നമ്മൾ നിൽക്കുന്നവരായിരിക്കണം. അങ്ങനെ നമ്മൾ നിന്നാൽ നമ്മുടെ പേര് എവിടെ എഴുതപ്പെടും? ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് നിർണയം നമ്മൾ പ്രാപിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടോ അതോ എൻ്റെ പേരില്ലയോ? നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്ക്. നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരായി തീർന്നു കഴിയുമ്പോൾ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. അത് തന്നെയുമല്ല, നമ്മൾ പരിശുദ്ധരായി ജീവിക്കണം. പരിശുദ്ധരായി ജീവിച്ചു കഴിയുമ്പോൾ നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടും. അതായത് ആ ലാസറും ധനവാൻ്റെ ചരിത്രം നിങ്ങൾക്കറിയാവുന്നതാണ്. ആ ധനവാൻ, അവന് പേരില്ലയോ? വെറും ധനവാൻ എന്ന് പറയുന്നു. എന്താ? അവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഇല്ലായിരുന്നു. അതേസമയം അവൻ്റെ ഗേറ്റ് അത്ര ഇരുന്ന് പട്ടി ഡോക്ടറായിട്ട് കിടന്ന് അവൻ്റെ കാൽ നക്കി തുടയ്ക്കുകയും അവൻ്റെ വൃണത്തെ കഴുകി വെടിപ്പാക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആ ലാസർ എവിടെ പോയി? സ്വർഗത്തിൽ പോയി. അവൻ്റെ പേരെവിടെയുണ്ട്? ജീവൻ്റെ പുസ്തകത്തിലുണ്ട്. പ്രിയ മക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും പേര് ജീവൻ്റെ പുസ്തകത്തിലുണ്ടോ എന്ന് നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്ക്. നമ്മുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം നമ്മളെ. 1 പത്രോസ് 1-ാം അധ്യായം 15-ാമത്തെ വാക്യം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. നമ്മുടെ എല്ലാ നടപ്പിലും നമ്മൾ വിശുദ്ധരാകാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവ് ആരാണ്? പരിശുദ്ധനാണ്. ആ പരിശുദ്ധനായ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലണമെന്ന് വരികിൽ എങ്ങനെയുള്ളവരായി ചെല്ലണം? പരിശുദ്ധരായി ചെല്ലണം. പരിശുദ്ധതയില്ലാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധ്യമാകത്തില്ല. അതായത് 2 കൊരിന്ത്യർ 6-ാം അധ്യായം 17-ാമത്തെ വാക്യം നോക്കെ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ. പ്രിയ മക്കളെ, നിന്റെ കൂട്ടുകാരൻ നിന്നെ പിക്ചർ കാണാൻ വിളിച്ചാൽ നീ പോകരുത്. ധാരാവാഹി സീരിയൽ കാണാൻ വിളിച്ചാൽ പോകരുത്. അതുപോലെ നിന്നെ എവിടെ വിളിച്ചെന്ന് പറഞ്ഞാലും നീ പോകരുത്. നീ വേർപെട്ട ജീവിതം നയിക്കാനായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക്
നമുക്കൊരു സെപ്പറേഷൻ ഉണ്ടായിരിക്കണം, ഒരു വേർപെട്ട ജീവിതം ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ നമ്മുടെ ഗതി എവിടെയാണ്? നിത്യ നരകമാണ്. ആ നിത്യജീവനിലേക്ക് കടക്കുവാനാണ് നമ്മൾ ഓടുന്ന ഓട്ടക്കാരാണ്. നമ്മൾ പരിശുദ്ധതയില്ലാതെ ആർക്കും ദൈവത്തെ കാണാൻ സാധ്യമല്ല. ഈ വാക്യങ്ങളിൽ നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ കാണണം എന്നുള്ളത് നാം കാണുന്നു. നാം രക്ഷിക്കപ്പെട്ട ശേഷം നമ്മൾ തുടർന്നുള്ള ജീവിതം എങ്ങനെ ജീവിക്കണമെന്നാ? നമ്മൾ വിശുദ്ധരായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരുങ്ങി കാത്തിരിക്കുന്നവരായിരിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 40-ാമത്തെ വാക്യം, നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. എങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത്? നല്ല പിയേഴ്സ് സോപ്പൊക്കെ ആക്കി കുളിച്ച് നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് കാത്തിരിക്കണം അല്ലേ? അല്ല പ്രിയ മക്കളെ, നമ്മൾ കർത്താവിൻ്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുകയാണ്. ആ സമീപിച്ചിരിക്കുമ്പോൾ നമുക്ക് അവൻ ഏത് സമയത്ത് വരുന്നുവെന്ന് അറിയത്തില്ല. കള്ളൻ വരുന്നത് നമുക്കറിയാമെങ്കിൽ നമ്മുടെ തോക്കെല്ലാം നിറച്ച് നല്ല റെഡിയായിട്ട് നമ്മൾ കാത്തിരിക്കും. അതേസമയം നമ്മുടെ കർത്താവ് വരുന്നത് നമുക്കറിയത്തില്ല. ഏത് സമയത്ത് വന്നാലും, അർദ്ധരാത്രി വന്നാലും, വെളുപ്പിനെ വന്നാലും, സന്ധ്യാസമയത്ത് വന്നാലും, ഏത് സമയത്ത് വന്നാലും നമ്മൾ അവനോടുകൂടെ പോകാൻ റെഡിയുള്ളവരായിരിക്കണം. എങ്ങനെ റെഡിയാകുന്നത്? നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, ആത്മപരവശയോടെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം, പാടുന്നവരായിരിക്കണം. അതുപോലെ തന്നെ വചനം വായിക്കുന്നവരും ധ്യാനിക്കുന്നവരും ആയിരിക്കണം. മറ്റുള്ളവരെ ഫലം കായ്ക്കുന്ന വൃക്ഷമായിരിക്കണം. മറ്റുള്ളവരെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തുന്നവരായിരിക്കണം. നീ ആദായപ്പെടുത്തുന്നുണ്ടോ? നിങ്ങളെ തന്നെ ശോധന ചെയ്ത് നോക്ക്. ഈ എൻ്റെ വചനം കേൾക്കുന്ന സകല വ്യക്തികളും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾക്ക് വേറെ മാർഗമില്ല. നമുക്ക് ഒരേ ഒരു മാർഗം കർത്താവ് യേശുവിനോടുകൂടെ പോകണം. അതേ ഒരു നിരീക്ഷ നമുക്കുള്ളൂ. എൻ്റെ കർത്താവ് വരും. നമ്മുടെ കർത്താവ് പോകാൻ നേരം എന്താ പറഞ്ഞിട്ട് പോയത്? ഞാൻ ഭവനം ഒരുക്കി ഞാൻ തിരികെ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി ആ ഒരു നിരീക്ഷയോടുകൂടെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അവൻ കാഹളം നാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ വരുമ്പോൾ മരിച്ചവർ ഫസ്റ്റിൽ എഴുന്നേൽക്കും. അത് കഴിയുമ്പോൾ ജീവനോടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും രൂപാന്തരം ഒന്നേ അവനോടുകൂടെ പോകും. അങ്ങനെ പോകണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ പരിശുദ്ധരായി, നീ വിശുദ്ധിയോടുകൂടെ ദൈവത്തെ കാത്തിരിക്കുന്നവരായിരിക്കണം, ഒരുങ്ങി കാത്തിരിക്കുന്നവരായിരിക്കണം. ലൂക്കോസ് 12-ാം അധ്യായം 40-ാം വാക്യത്തിനകത്ത് എന്നതാ പറഞ്ഞിരിക്കുന്നത്? നനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. കർത്താവിൻ്റെ വരവ് ഏത് സമയത്താണെന്ന് നമുക്കറിയത്തില്ല. ഏത് സമയത്ത് വന്നാലും നമ്മൾ അവനോടുകൂടെ പോകാൻ റെഡിയുള്ളവരായി ഒരുങ്ങി കാത്തിരിക്കണം. ഇല്ലാതെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ ജീവിച്ചാൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പോകാൻ ഒക്കത്തില്ല. നമ്മളെ വിളക്കിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ശരീരത്തിൽ അവൻ്റെ എണ്ണ ഉണ്ടോ? അത് നമ്മളെ തന്നെ ശോധന ചെയ്ത് നോക്കണം. എണ്ണയില്ല എങ്കിൽ പോകാൻ പറ്റത്തില്ല. പെട്രോൾ ഇല്ലാതെ ഒരു വണ്ടി ഓടിക്കാൻ, ഡീസൽ ഇല്ലാതെ ഒരു വണ്ടി ഓടിക്കാൻ നിന്നെക്കൊണ്ട് പറ്റുമോ? ഒരു കാരണവശാലും പറ്റത്തില്ല. അതിൻ്റെതായ ഇന്ധനം അതിനകത്തുണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ചെയ്താലേ ഓടിക്കാനൊക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ ഓടിക്കാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞതുപോലെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേലുണ്ടായിരിക്കണം. ആ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കയറി പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ലൂക്കോസ് 21-ാം അധ്യായം 36-ാമത്തെ വാക്യം, ആകയാൽ നാം സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. പ്രിയ മക്കളെ, നമ്മൾ ആത്മീയമായി ഉറങ്ങാൻ പാടില്ല. ഇന്ന് എവിടെ നോക്കിയാലും
ജനങ്ങൾ വാടിപ്പോവുകയാണ്. അയ്യോ, എനിക്ക് ഭയങ്കര തലവേദന വരുന്നു, എനിക്ക് പുറത്ത് വേദന വരുന്നു, എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ പഠിപ്പിച്ചെല്ലാം ഞാൻ ക്ഷീണിച്ച് വന്നിരിക്കുകയാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. പ്രിയ മക്കളെ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥനയ്ക്കൊരു സമയം കണ്ടുപിടിച്ച് ദൈവസന്നിധിയിൽ നിന്ന് കരഞ്ഞ് നീ ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ നേരം ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. നമുക്ക് ഏതാണ്ടൊരു ഭയങ്കര സ്വർണ്ണക്കട്ടി കിട്ടിയപ്പോലും ആ സന്തോഷം ഉണ്ടാകത്തില്ല. അത്ര വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രാർത്ഥിക്കണം. നമ്മളെ പ്രാർത്ഥനയിൽ നമ്മൾ മടുത്തു പോകരുത്. നമ്മൾ ദൈവസന്നിധിയിൽ പോരാടി പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. നമ്മൾ ആത്മീയമായി ഉറങ്ങാൻ പാടില്ല മക്കളെ. എപ്പോഴും ഉണർന്നും പ്രാർത്ഥിച്ചും ജീവിക്കുന്നവരായിരിക്കണം. 10 കന്യകമാർ, അതായത് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 10 കന്യകമാർ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരുന്നു. കർത്താവിൻ്റെ ആർപ്പ് വിളി കേട്ടപ്പോൾ 10 പേര് ഉണർന്നു, വിളക്ക് കത്തിച്ചു. 5 പേരുടെ വിളക്ക് കത്തി, 5 പേരുടെ വിളക്ക് കത്തിയില്ല. ഈ എണ്ണയുള്ളവരോട് എണ്ണയില്ലാത്തവർ ചോദിച്ചു. ഉടനെ അവർ പറഞ്ഞു, നിങ്ങൾ കൊടുക്കുന്നവരുടെ അടുത്ത് പോയി വാങ്ങുവീൻ, ഞങ്ങൾ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്കുമില്ല ഞങ്ങൾക്കും ഇല്ലാതാകും. അവർ മേടിക്കാൻ പോയി. കർത്താവ് വന്നു. എണ്ണയുള്ളവരെ കർത്താവിനോടുകൂടെ പോയി. അവർ എണ്ണയെ മേടിച്ചുകൊണ്ട് വന്ന് കടന്ന് കൊട്ടുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്ന് വാതിലെ കൊട്ടുക. നിങ്ങൾ ആരാ? എനിക്കറിയത്തില്ല, ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, അതേ സ്ഥിതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മളെ ആ ബുദ്ധിയുള്ള കന്യക ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയതുപോലെ നമ്മൾ ഓരോരുത്തരും നിമിഷത്തിനുള്ളിൽ ദൈവസന്നിധിയിൽ പോകുന്നവരായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ഉണർന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ കാത്തിരിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അതുപോലെ തന്നെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. 2 പത്രോസ് 1:10-11 വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഉറങ്ങുവാൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ വിളിച്ച് നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പാപ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ വിളിച്ച് വേർതിരിച്ച് മക്കളാക്കി തീർത്ത ആ കൃപ നമ്മൾ ഓർത്ത്, ആ കൃപയില്ലാതെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഇഷ്ടപ്രകാരമോ സ്വന്തം ഇഷ്ടപ്രകാരമോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ കൃപയില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും നടത്താൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണം. നമ്മുടെ കർത്താവും രക്ഷിതമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. നമ്മൾ അതുപോലെ ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി നമ്മൾ പ്രാപിക്കുമെന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. പാപ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നതാണ്. വേർതിരിച്ച് തൻ്റെ മക്കളാക്കി തീർത്തിരിക്കുന്ന ആ കൃപ നമ്മൾ ധ്യാനിച്ച് ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. നിങ്ങൾ ധ്യാനിക്കുന്നുണ്ടോ? നിങ്ങൾ സ്തുതിക്കുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളെ തന്നെ ശോധന ചെയ്ത് നോക്ക്. അതുപോലെ തന്നെ വിശ്വാസത്തിലും പ്രത്യാശയിലും നിലനിൽക്കണം. കൊലോസ്യർ 1-ാം വാക്യം. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുമ്പിൽ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വിശ്വാസത്തിലും പ്രത്യാശയിലും നിലനിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മധ്യത്തിൽ വീണു പോകാൻ ഇടയാകരുത്. നമ്മളെ ഇടത്തോട്ടോ വലത്തോട്ടോ പുറകോട്ടോ
നോക്കുന്നവരായി തീരരുത്. നമ്മൾ ആ ക്രൂശിനെ മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ പോകുന്നവരായിരിക്കണം. ക്രൂശിനെ മാത്രം നോക്കിക്കൊണ്ട് ഓടുന്നവർ അനേകരാണ്. അനേകർ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ആത്മീയ ഓട്ടക്കളത്തിൽ. പക്ഷെ ജയിക്കുന്നവർ സ്വല്പം ജനം മാത്രം. ആ സ്വല്പം ജനങ്ങളുടെ കൂട്ടത്തിൽ ദൈവമേ നീ എന്നെയും എടുക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയും ദൈവത്തെ സന്നിധിയിൽ ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. നമ്മളെല്ലാം ഓട്ടക്കാരാണ് മക്കളെ. വിശ്വാസ ജീവിതം ഒരു ഓട്ടക്കളമാണ്. നമ്മൾ ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ പത്രോസ് കർത്താവ് വാന്ന് വിളിച്ച ഉടനെ അവൻ വെള്ളത്തിലേക്ക് ഇറങ്ങി യേശുവിൻ്റെ മുഖം നോക്കിക്കൊണ്ട് നടന്നു. അടുക്കാറായപ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഭയങ്കര തിരമാല ഇങ്ങനെ അടിച്ചു കയറി വരുന്നു. അവൻ ഭയന്നു പോയി. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രോബ്ലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും, കടഭാരം വരും, രോഗം വരും, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് വരുന്നത്, എന്തെല്ലാം വന്നാലും കർത്താവ് അറിയാതെ ഒരു ദൈവമകളുടെ പ്രത്യാശ അതാണ്. എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ യേശു ക്രിസ്തു അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല, ഒന്നും വരത്തില്ല. എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളും. അവൻ്റെ ഉള്ളം കൈയിലാണ് എന്നെ വരച്ചിരിക്കുന്നത്. അവൻ്റെ ബലമുള്ള കൈകൊണ്ട് എന്നെ പിടിച്ചിരിക്കുകയാണ്. ആ വിശ്വാസം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മളെ അവൻ്റെ ചിറകടിയിൽ മറച്ചിരിക്കുകയാണ് മക്കളെ, മറച്ചിരിക്കുകയാണ്. നമ്മളെ വന്ന് കള്ളനോ ദുഷ്ടനോ ആരെന്ത് ചെയ്യാൻ വന്നാലും കർത്താവിൻ്റെ ചിറക് കണ്ടിട്ട്, ആ രക്തം കണ്ടിട്ട്, രക്തത്താൽ മുദ്രയിട്ട് വേലി കെട്ടിയിരിക്കുകയാണ്. വിശ്വസിച്ചോ? നിങ്ങൾ വിശ്വാസത്തോടെ ഈ വാക്യത്തെ പിടിച്ചു നിന്ന് പ്രാർത്ഥിച്ചോണം. ദൈവം ഒരു ദോഷവും നിങ്ങൾക്ക് വരുത്തത്തില്ല. ധൈര്യമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോയിക്കോണം. എന്തും വരട്ടെ, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്നൊരു ധൈര്യം നമുക്ക് വേണം. ആ ധൈര്യത്തോടുകൂടെ വേണം നമ്മളെ ആ ശിലുവെ, ആ ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മൾ ഓടിക്കോണം. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാൻ പോകരുത്. അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാൻ പോയാൽ നമ്മൾ മുങ്ങിപ്പോകാൻ. നീ ഒരു ദൈവ പൈതലാണെങ്കിൽ, നീ ഒരു ദൈവ മകനാണെങ്കിൽ, നീ ഒരു ദൈവ മകളാണെങ്കിൽ നീ മുങ്ങിപ്പോകാനായിട്ട് ദൈവം സമ്മതിക്കുകയല്ല. അനേക കാറ്റും കോളും വന്നാലും, അനേക പ്രശ്നങ്ങളാൽ അയ്യോ ഞാൻ ഇനി മേളിലോട്ട് ഉയരത്തില്ലെന്ന് നീ വിചാരിക്കും. അയ്യോ പ്രിയ സഹോദര സഹോദരി, നിന്നെ ഉയർത്തുവാൻ ശക്തവാനായ ഒരു ദൈവം ഇവിടെ വന്നിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ കരമെന്ന് പറഞ്ഞ വലിയ കരമാണ്. നീ കരഞ്ഞു പ്രാർത്ഥിച്ചോ, ആ കരം കൊണ്ട് നിന്നെ വലിച്ചു പൊക്കി നിന്നെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കും. നീ താളടിയായി പോവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കത്തില്ല. നിന്നെ ദൈവം എല്ലാ വിധത്തിലും അനുഗ്രഹിക്കും. അതുപോലെ തന്നെ കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതുകൊണ്ട് തമ്മിൽ ആത്മീയ വർധന വരുത്തുന്നവരായിരിക്കണം നമ്മൾ. എബ്രായർ 10-ാം 24 25 ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും അത് അധികമധികമായി ചെയ്യേണ്ടതാകുന്നു. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതുകൊണ്ട് സഭയായി കൂടി വരുന്ന ആരാധന യോഗങ്ങൾ ഒന്നും നിങ്ങൾ മുടക്കരുത്. യാതൊന്നും മുടക്കരുത്. ഞാനിന്ന് പോകുന്നില്ല, ഞാനിന്ന് ആരാധനയ്ക്ക് പോകുന്നില്ല, എനിക്കിന്ന് വിരുന്നക്കാരുണ്ട്, അയ്യോ ഞാനിന്ന് കൂട്ടായ്മയ്ക്ക് വരുന്നില്ല, എനിക്ക് അങ്ങനെയാ ഇങ്ങനെയാ, എനിക്ക് കിണറ്റിൽ വെള്ളം കിട്ടിയില്ല, അല്ലേ മഴ പെയ്തില്ല, അല്ലെ ഭയങ്കരത്തിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയ മക്കളെ, ആരാധനയും സഭായോഗങ്ങളും മുടക്കരുത്. നമ്മൾ ആത്മീയ വർധന വരുത്തണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ കൂടെ ഉത്സാഹിപ്പിച്ചും പ്രബോധിപ്പിച്ചും ആത്മീയമായി അവരെ വളർത്തണം. അവർ പുറകോട്ട് പോകുമ്പോൾ അവർ പുറകോട്ട് പോകാൻ വിടരുത്. അവരെ മുമ്പോട്ട് ആത്മീയമായി അവരോട് ദൈവകാര്യം പറഞ്ഞ്, ഇനി നമുക്കിനി അധിക സമയമില്ല, നമ്മൾ ഇരിക്കുന്ന അത്രയും കാലം ദൈവത്തെ ആരാധിക്കണം, സ്തുതിക്കണം. ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവൻ എൻ്റെ യേശു മാത്രം, സ്തുതിക്ക് യോഗ്യനായ ഒരുവൻ എൻ്റെ യേശു മാത്രം. അങ്ങനെ ഓരോരുത്തരോടും പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ മുമ്പോട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹത്തിലും
സൽപ്രവൃത്തികൾക്കും നമുക്ക് ഉത്സാഹം ഉണ്ടായിരിക്കണം. സൽപ്രവൃത്തി അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം. സൽപ്രവൃത്തി നമ്മൾ ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ വേണം കർത്താവിൻ്റെ വരവിനു വേണ്ടി നമ്മൾ ഒരുങ്ങാനും. അതുപോലെ തന്നെ സ്നേഹത്തിലും മറ്റുള്ളവരോട് സ്നേഹമുള്ളവരായിരിക്കണം. ലോകത്തിലേക്കും വലിയത് സ്നേഹമാണ്. സ്നേഹമില്ല എങ്കിൽ ഈ ലോകത്തിൽ ഒന്നുമില്ല. സ്നേഹത്തിലും സൽപ്രവൃത്തികൾക്കും നമുക്ക് ഉത്സാഹമുണ്ടായിരിക്കണം. അങ്ങനെ വേണം കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങാനും. സുവിശേഷം അതുപോലെ തന്നെ നമ്മൾ സുവിശേഷം പ്രചരിപ്പിക്കണം. നിൻ്റെ വീട്ടിൽ മത്തായി 24:14 വാക്യം, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രവർത്തിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. പ്രിയ മക്കളെ, എല്ലാവരും സുവിശേഷം അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി മാധ്യമങ്ങളിൽ കൂടെ, റേഡിയോയിൽ കൂടെ, അങ്ങനെ ഏതെല്ലാം വിധത്തിൽ കരപ്പത്രങ്ങളെ, ട്രാക്സുകളെ, ബൈബിളുകളെ, ന്യൂ ടെസ്റ്റുകളെ, അങ്ങനെ അനേക ബുക്കുകളെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ബൈബിളാണ്. ആ ബൈബിൾ ലോകമെമ്പാടും എല്ലാ ഭാഷയിലും പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും നമ്മുടെ ദൈവത്തെ പഴിക്കുകയും ദൂഷിക്കുകയും നിന്ദിക്കുകയും അതെല്ലാ രാജ്യങ്ങളിലും ഇല്ല. നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ ദൈവത്തെ പഴിക്കുകയും ദൂഷിക്കുകയും ചെയ്യുന്നത്. പ്രിയ മക്കളെ, നമ്മൾ അവരുടെ സൗമ്യതയോടുകൂടെ ദൈവവചനം അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവർ ചീത്ത വിളിക്കുന്നതിന് ഒപ്പിച്ച് നമ്മളും അങ്ങനാടാ ഇങ്ങനാടാ എന്ന് പറയാൻ പോകരുത്. സൗമ്യതയോടെ അവർക്ക് കർത്താവായ യേശുവിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ 2 പത്രോസ് 3:9 വാക്യം, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. പ്രിയ മക്കളെ, നമ്മൾ പറയും, അയ്യോ കർത്താവ് വരുന്നു എന്ന് പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി, ഇതുവരെ കർത്താവ് വന്നില്ലയോ വരത്തില്ലയോ എന്നൊക്കെ നമ്മൾ ചോദിക്കും. എന്നാൽ ചിലർ വിചാരിക്കും കർത്താവ് വേഗം വരുന്നു പറഞ്ഞിട്ട് വരുന്നില്ലല്ലോ എന്ന്. എന്നാൽ കർത്താവ് അനേകർ സുവിശേഷം കേൾക്കാൻ ഇനിയും ലോകത്തിലുണ്ട്, അനേകരുണ്ട്. എല്ലാവരും സുവിശേഷം കേൾക്കണം, ആരും നശിച്ചു പോകരുത് എന്നുള്ളതാണ്. ലോകത്തിൻ്റെ എല്ലാ മൂലയിലും സുവിശേഷം എത്തിച്ചേരണമെന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. പ്രിയ മക്കളെ, നിൻ്റെ വീട്ടിൽ ആര് വന്നാലും നീ സുവിശേഷം പറയണം. നിൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്നവരോട് നീ സുവിശേഷം പറയണം. അതുപോലെ തന്നെ ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. യാക്കോബ് 5:7-8 വാക്യം, എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിനെ കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടിരിപ്പീൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. പ്രിയ മക്കളെ, ഒരു കൃഷിക്കാരൻ അവൻ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുപോലെ ആ കൃഷിക്കാരൻ താൻ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ നമ്മുടെ കർത്താവ് ഇപ്പോൾ വരും, എന്ന് വരും, എപ്പോൾ വരും, എനിക്ക് അവനോടുകൂടെ പോകണം. ആ ഒരു ആശയും ആഗ്രഹവും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. കൃഷിക്കാരൻ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി നമ്മൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. മക്കളെ, നമ്മൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നവരായിരിക്കണം. ഞാൻ നിങ്ങളോട് ഇന്ന് 5 മണിക്ക് നടന്ന ഒരു വിഷയം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ പല്ല് കാണിക്കാനായിട്ട്, എൻ്റെ പല്ലിന് സ്വല്പം പുളിപ്പ് അനുഭവപ്പെടുന്നു. എൻ്റെ പല്ല് കാണിക്കാനായിട്ട് ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ കുളിക്കാനായിട്ട് വെള്ളം പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു 10 പേരോളം ഒരു വണ്ടി നിറയെ ആൾക്കാർ ഒരു മനുഷ്യനെ എടുത്തുകൊണ്ട് വീടിൻ്റെ വാതിലിൽ വന്നു. ഉടനെ എല്ലാവരും എന്നോട് പറഞ്ഞു, പള്ളി തുറന്നു കൊടുക്കപ്പോൾ. ഞാൻ പറഞ്ഞു, എനിക്ക് പള്ളി തുറന്നു കൊടുത്താൽ ഇത് പോക്ക് നടക്കുകയല്ല. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാം, സ്വല്പം ഈ സിറ്റ് ഔട്ടിലോട്ട് ഇരുത്ത് ഞാൻ പ്രാർത്ഥിക്കാം. നാളെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം, വെള്ളിയാഴ്ചയാണ്, നാളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ മനുഷ്യൻ രാത്രിയിൽ
പാവം പിടിച്ച് സ്ലം ഏരിയയിൽ താമസിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾ രാത്രിയിലെങ്ങാണ്ട് വെളിയിൽ പോകാനായിട്ട് ചെമ്പും എടുത്ത് പാത്രം എടുത്ത് വെള്ളം എടുത്തുകൊണ്ടെങ്ങാണ്ട് പോയ വഴിക്ക് അയാളെ പിടിച്ച് തള്ളുന്ന പോലെ വീണിട്ടായിക്ക് എഴുന്നേക്കാൻ മേലെ അവിടെ കടന്നു. ഒത്തിരി നേരം അവിടെ കടന്ന് കാറുകയും വിളിക്കുകയും ചെയ്തു. ആരാണ്ടെല്ലാം കൂടെ പോയി പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കിയിട്ട് എഴുന്നേക്കാൻ മേല, കാലെല്ലാം കൂടിപ്പോയി, എഴുന്നേക്കാൻ മേല, വർത്താനം പറയാൻ മേല, ഭയങ്കര ഒച്ച വെക്കുന്നുണ്ട്. ഏതായാലും കൊള്ളാം, പിടിച്ചുകൊണ്ടുവന്ന് വീട്ടിലും ഡോക്ടർമാരുടെ അടുത്തും എല്ലാം കൊണ്ടുപോയി, എല്ലായിടത്തും കൊണ്ടുപോയി കഴിഞ്ഞ് ഇന്ന് 5 മണിയായപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ അയാൾ പ്രാർത്ഥിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് അന്നേരം അറിയാം ഇവൻ്റെ മേത്ത് സൈത്താനാന്ന്. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വന്ന് പ്രാർത്ഥിച്ച് അവന് കുടിക്കാൻ കൊടുത്തു. അവൻ കുടിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. കുടിക്കാൻ ധൈര്യത്തോടുകൂടെ ഞാൻ ഗൗരവത്തോടെ പറഞ്ഞു, കുടിക്കാൻ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഇത് കുടിക്കാൻ പറഞ്ഞു. അവൻ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവൻ്റെ മേത്ത് കൈമുട്ടി പ്രാർത്ഥിച്ചിട്ട് യേശുവിൻ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. ഇച്ചിരി അവൻ മടിച്ചു. അവരെ കൂടെ കൊണ്ടുവന്നവരെല്ലാം പറഞ്ഞ് നടക്കത്തില്ല, എഴുന്നേക്കത്തില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല, യേശുവിൻ്റെ നാമത്തിൽ ഇവനോട് എഴുന്നേക്കാൻ പറയാൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റ് നിന്നു, നടക്കാൻ പറഞ്ഞു, നടന്നു. നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അമ്മ അവൻ എല്ലാം എന്നോട് പറഞ്ഞു. നമ്മുടെ ദൈവം ആരാണ് മക്കളെ? എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനോ കുറയണം, എൻ്റെ യേശു വളരണം. പ്രിയ മക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. നിങ്ങൾക്ക് എന്ത് രോഗമുണ്ടെങ്കിലും രോഗമുള്ള ഭാഗത്ത് കരം വയ്ക്കുക. കടഭാരം, നിങ്ങളുടെ ആവശ്യഭാരങ്ങൾ, നിങ്ങളുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, കർത്താവേ നിൻ്റെ വരവെങ്കിൽ പ്രത്യാശയോടുകൂടെ മേഘലിലെടുക്കപ്പെടുവാൻ എന്നെ നീ ഇടയാക്കണമേ എന്നും പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിര്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടാത്തവരെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. രോഗസൗഖ്യം വേണ്ടിവരെ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. കടഭാരമുള്ളവർ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കരുണാസമ്പന്നൻ നിത്യനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗസ്ഥ പിതാവേ, ദൂരത്തും ചാർത്തുവാരിക്കുന്ന മക്കളുമായിട്ട് നിന്റെ അടുത്ത് വരുന്നപ്പാ, നീ കൈവിടല്ലപ്പാ. ഒരിക്കലും നെച്ചുവാൻ നീ സമ്മതിക്കല്ലപ്പാ. തളർന്നും ക്ഷീണിച്ചു പോവാൻ നീ സമ്മതിക്കല്ലപ്പാ. നിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കാൻ സ്തോത്രപ്പാ. ഞങ്ങൾ ഒരുക്കമുള്ളവരാകി കർത്താവെ ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന മക്കളാക്കി, കർത്താവെ ഞങ്ങൾ കാത്തിരിക്കുന്ന മക്കളാക്കി, കർത്താവെ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന പോലെ ഞങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാക്കി തീർക്കണമേ അപ്പാ. കർത്താവെ നിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കാൻ സ്തോത്രപ്പാ. രോഗികളായി വന്നിരിക്കുന്ന മക്കളെ നീ ഇപ്പോൾ തന്നെ തൊടണമേ. പരിശുദ്ധാത്മനെ തൊടണമേ കർത്താവേ, നീ തൊടണമേ അപ്പാ. യേശുവേ, പരാലിസിസ് രോഗത്താലെ, കാൻസർ രോഗത്താലെ, കർത്താവെ ട്യൂമർ രോഗത്താലെ, ഹാർട്ട് പേഷ്യൻ്റ് ആകി എಷ್ಟೋ ജനങ്ങൾ നരളാടുത്തായിപ്പാ. വയറ്റുവേദന, പുറത്തു വേദന, കാലുവേദന, എല്ലാ വേദനകളെയും നിന്റെ ശരീരത്തിൽ വഹിച്ചപ്പാ. നിന്റെ അടിപ്പടലുകളാൽ സൗഖ്യം വന്നിരിക്കുന്നപ്പാ. അപ്പാ, കടഭാരത്താല് എത്രയോ കുടുംബങ്ങൾ കഷ്ടപ്പെടുന്നപ്പാ. അവരുടെ കടഭാരത്തെ നീ മാറ്റിക്കൊടുക്കണമേ കർത്താവേ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണമേ. വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടത്തി കൊടുക്കണമേ. എല്ലാ പാസ്റ്റർമാരെ, എല്ലാ അച്ഛന്മാരെ, എല്ലാ ഇവാഞ്ചലിസ്റ്റുകളെ നീ അനുഗ്രഹിക്കണമേ. സുവിശേഷം എല്ലാ രാജ്യങ്ങളിലും എത്തിച്ചേരുവാൻ അപ്പാ നീ സഹായിക്കണമേ അപ്പച്ചാ. നീ സഹായിക്കണമേ അപ്പച്ചാ. ക്രിസ്ത വിരോധികളുടെ ഹൃദയത്തോട് നീ ഇടപെടണമേ അപ്പാ. കൈവിടല്ലപ്പാ. ഞാൻ നിന്നെ അറിയുന്നില്ല എന്നൊരു ശബ്ദം കേൾപ്പാൻ ഇടയാക്കല്ലപ്പാ. യേശുവേ, നീ പ്രവർത്തിക്കണമേ. ആദ്യ അവസാനം നീ കൂടെ ഇരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ ഫോൺ ചെയ്ത് അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്.